എന്താണിത്? ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനായിട്ട് സുപ്രീം ബേക്കേഴ്സിൽ നിന്നൊരു കാർഡ് പിടിച്ചോളാം. രണ്ടായിട്ട് വരൂല ഒരിക്കലും. ശരി 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 ശരി, ഓക്കെ ഓക്കെ. നോവും സൂക്ഷിച്ച്. ഇന്ന് ഞാൻ നിഷാന്റെ അടുത്ത് എത്തിയിട്ടുള്ളത് ഒരു ബൈക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈക്ക് ബിൽഡ് ചെയ്യാനെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വിചാരിക്കും ഒരാൾ കുറേ നാളായിട്ട് സേവ് ചെയ്ത് പൈസ എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഡ്രീം ബൈക്ക് ബിൽഡ് ചെയ്യാവുന്നത്. അതാണ് കോമൺലി കണ്ടുവരുന്ന സിനാരിയോ. പക്ഷേ ഇത് ഒരു സെന്റി കഥയിലൂടെയാണ് നമ്മളൊരു ബൈക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കൂ, ഈ സാധനം കണ്ടോ? ഇവിടെയൊക്കെ ഒരു ഒടിവും ചതവൊക്കെ കണ്ടോ? അതായത് ഈ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഫ്രെയിം ബെൻഡായി പോയതുകൊണ്ട് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപ്പീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ ഇവിടെ നിരഞ്ജനുണ്ട്, ഇതേ മുതലാളിയുണ്ട്, അകത്തൊരു പുതിയ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടിയെ ഫ്രെയിമിൽ നിന്ന് വണ്ടിയാക്കി മാറ്റും. അപ്പോൾ ആ വീഡിയോയിലോട്ടാണ് നേരെ വീഡിയോക്കകത്ത്. അപ്പോൾ അതെ, ഈ ഫ്രെയിമും നോക്കി പ്ലിങ് അടിച്ച് നിൽക്കുന്ന ആളാണ് നിരഞ്ജൻ. അപ്പോൾ നിരഞ്ജ, എന്താണ് സംഭവിച്ചത് ആക്ച്വലി? ഇത് ഞാനിപ്പോ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ വെള്ളമ്പലം കെൽട്രോൺ ജംഗ്ഷൻ എന്ന് പറയും, ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോ അവിടെ വെച്ച് ഒരു ബസ് നിർത്തിയിട്ടിരുന്നു. അപ്പൊ അതിനെ മറികടക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ 2 വണ്ടികളുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മുന്നിലൊന്നായിരുന്നു വണ്ടി. പെട്ടെന്ന് ഒരു ഇൻഡിക്കേഷൻ ഇല്ലാതെ ലെഫ്റ്റിലോട്ട് അങ്ങ് കയറ്റി നിർത്തി. എന്റെ മുന്നിലത്തെ വണ്ടിക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നോണ്ട് അയാൾ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാനിത് റിയലൈസ് ചെയ്ത് ലേറ്റ് ആയിട്ടാ. അപ്പൊ നേരെ വന്ന് ഇടിച്ച് അവരുടെ മറ്റേ നമ്പർ പ്ലേറ്റില്ലേ, പുറകിലത്തെ നമ്പർ പ്ലേറ്റിന്റെ അവിടെ വന്ന് ഇടിച്ച് നേരെ കാണുന്ന ഈ ഇടിയുടെ ആഘാതമാണ് ഈ കാണുന്നത്. ബെൻഡായിട്ട് സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ആക്ച്വലി പറ്റിയത്. നല്ല ഇടി അടിച്ചത് എന്റെ താടിയിലും എല്ലാം ഇടിയുണ്ട്. എന്റെ ലെഫ്റ്റ് ഷോൾഡറിനൊക്കെ ഇടിയുണ്ടായിരുന്നു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ഹെൽമെറ്റ് നല്ലതായിരുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇത് നമ്മള് ട്രക്കിൽ കൊടുത്ത് മാറ്റി നോക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ നോക്കി, എല്ലാം നോക്കി. പക്ഷെ നമ്മള് ഇപ്പൊ 2-2.5 മാസം ആയി ഇടി കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഇത്രയും ദിവസം ഇതിന്റെ പുറകിലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ഫ്രെയിം ഓർഡർ ചെയ്തു. അതെ, അന്തസ്സായിട്ട് വേറൊരു ഫ്രെയിം ഓർഡർ. അലോയ് ഫ്രെയിം തന്നെയാണ്, കാർബൺ ആണ്, മെറിഡയാണ്. അപ്പൊ ഒരു ലെവൽ മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്, താഴോട്ട് പോയിട്ടില്ല. ഇതിപ്പോ ALR5 അല്ലേ, എല്ലാം ടോപ്പ് നോച്ച് കോമ്പണൻസ് ആയിരുന്നു. അപ്പൊ ഈ കോമ്പണൻസിനെ ഡയറക്റ്റ് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് അതിലോട്ട് പോയാലോ? അപ്പൊ ദേ ഇരിക്കുന്നു ഫ്രെയിം. അപ്പൊ അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രെയിം. അപ്പൊ ഇന്നലെ വരെ ട്രക്ക് മുതലാളിയായിരുന്ന നിരഞ്ജൻ ഇന്ന് മുതൽ മെറിഡ മുതലാളി എന്നറിയപ്പെടും. അപ്പോൾ ഇത് മെറിഡയുടെ സ്കൾപ്ചറ സീരീസ്, സ്കൾപ്ചറ 4000 ആണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്ലാസ്റ്റിക്കിലൊക്കെ തട്ടിയ സൗണ്ടാണല്ലേ. നല്ല ഒന്നാന്തരം കാർബൺ സാധനമാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഫ്രെയിം. ഈ ഫ്രെയിമിന് മാത്രം നമുക്ക് ഏതാണ്ട് എത്ര രൂപയുണ്ടാവും? 1.25 സിംപ്ലി 1.25 ലക്ഷം രൂപ ഫ്രെയിമിന് മാത്രമായിട്ടുണ്ട്. എടാ, സൈക്കിള് എത്രയ്ക്കാണ് മേടിച്ചത്? 1.5-ക്കാണോ? 1.97? ദൈവമേ, 1.97 ആയോ? എമൗണ്ട് ALR5? അതിന്റെ കൂടെ കോമ്പണൻസും പെഡലും കാര്യങ്ങളും. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് സാധാരണ ബൈക്ക് ബിൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട്. ഇത് കാണെ എനിക്കിങ്ങനെ വിഷമം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് എല്ലാ കോമ്പണൻസും ഇതിലോട്ട് അതുപോലെ ഫിറ്റ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങനെ നോക്കിയാണ് ഈ ഫ്രെയിം മേടിച്ചിട്ടുള്ളത്, അല്ലേ നിഷാനെ? അതിനുവേണ്ടി നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഒരു കോമ്പണൻസ് ഇൻകോമ്പാറ്റ്, കാരണം നമ്മൾ പരമാവധി ഓക്കെ എല്ലാ സാധനവും കോമ്പാറ്റബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പം നമുക്ക് ഇതുപോലെ നാളെ സംഭവിച്ചാലും നിങ്ങളെപ്പോലെ ഒരാളുടെ അഭിപ്രായം എടുത്തിട്ട് വാങ്ങിച്ച കോമ്പണൻസ് ഒന്നും വേസ്റ്റ് ആവില്ല, അല്ലേ? ഓക്കെ. വേറെ എല്ലാം സെയിം കോമ്പണൻസ് ആണ്, ഒരു ഇതുപോലെ പുതിയതില്ല. അത് നല്ല പരിപാടിയാണ്. ഓക്കെ. അപ്പം ഇതാണ് നിഷാന്റെ മാജിക് ഉണ്ടാക്കുന്ന ഗ്രീസ് അല്ലേ. ഇതെന്തോ സാധനമാണ് കേട്ടോ. ഇവൻ ഇതുവരെ ഇതിന്റെ സീക്രട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ല റോളിംഗ് ആണെന്ന് മാത്രം അറിയാം. ഓക്കെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ യന്ത്രം തന്നെ ഇപ്പുറത്ത് വെച്ച് ഇത് കറക്കുമ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് ഫിറ്റ് ആവും, അല്ലേ? ഓക്കെ. അത് കയറി പോകുന്നത് കാണിച്ചു തരാം. ഇതകത്തോട്ട് കയറും. അപ്പം നമ്മളങ്ങനെ ബോട്ടം ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ക്രാങ്ക് കുത്തിക്കയറ്റാണ്. ഓക്കെ. ഇത് പഴയ വണ്ടിയുടെ ക്രാങ്കാണ്. എന്തോ ഒരു സാധനം ഇളവി വന്നിട്ടുണ്ട്. ഓക്കെ. അതിനെ നമ്മൾ അപ്പുറത്തോടെ തള്ളി തിരിച്ച് കയറ്റുന്നു.
ഓക്കെ. ഇതിനല്ലേ മറ്റൊരു സാധനം വെച്ചല്ലേ അടിക്കേണ്ടത്? ആ, ഞാനെടുത്ത് തരാം. അതെനിക്കറിയാം, അതിവിടെ ഇവിടെയുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്. ആ തന്നെ. ഇത് ഈ ടൈല് പണിക്കാർ അല്ലേ, ടൈലിട്ടിട്ട് ഇത് വെച്ചാണ് അടിച്ചുറപ്പിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. നോവും സൂക്ഷിച്ച്. നിഷാന്റെ മോസ്റ്റ് ഫേവറേറ്റ് ടൂളായ ടോർക്ക് റഞ്ച് അല്ലേ? ഇതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ലെന്നാണ് ആശാൻ പറയുന്നത്. ടോർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എത്രയാണ് അതിന്റെ ടോർക്ക്? 12-നും 14-നും ഇടയ്ക്ക്. ഓക്കെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എമോണ്ട ALR5 105യുടെ ഫ്രണ്ട് ഡീറെയിലർ ഇതാ ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞു. ആ, ഫ്രണ്ട് ഡീറെയിലറിൽ കുറച്ചേറെ കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല. അടുത്ത് നമ്മൾ റിയർ ഡീറെയിലർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം അവിടെ വന്ന് തട്ടുന്നൊക്കെ ഉണ്ട്. നമുക്കത് സാധാരണ ഈ ഒരു സ്ക്രൂ ഉണ്ടോ, ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഒന്നും തട്ടുന്നില്ല. ഇത് ആദ്യം ഇതിൻ്റെ അകത്തൂടെ ഒരു സാധനം ഇട്ട് തിരിക്കി ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു. എന്തായാലും എനിക്ക് സംഗതി ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ റിയർ ഡീറെയിലർ അഗൈൻ ഷിമാനോ 105 കോമ്പണൻ്റ് ആണ്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മളിത് ഇവിടെ ഒരു ആൻറ്റി സീസ് ക്രീം അല്ലേ? ആൻറ്റി സീസ് ക്രീം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് കുറെ കാലം ആകുമ്പോഴത്തേക്കും തമ്മിൽ വെൽഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ്സിലും ഇങ്ങനെ ഹെഡ്സെറ്റിന്റെ ബെയറിംഗിലൊക്കെ ഇതുപോലെ ഫുള്ള് കവർ ചെയ്താൽ കിട്ടുള്ളൂ. ഗുണമെന്ന് പറയുന്നത് അതിനകത്ത് വെള്ളം ഇറങ്ങില്ല. ഇതിന് വെളിയിൽ നിന്നൊരു പ്രൊട്ടക്ഷനായിട്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, ഹെഡ്സെറ്റ് ബെയറിംഗ് ഇത് ഐശ്വര്യമായി ഇറക്കി കഴിഞ്ഞു. അടിപൊളി. ഓക്കെ, ഇത് പുതിയതാണല്ലേ? ഓക്കെ. കാരണം നമ്മുടെ ഇത് പുതിയ ബെയറിംഗ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ബെയറിംഗ് പൊട്ടിപ്പോയി ഇടിയുടെ ആഘാതത്തിൽ. ഓക്കെ, ഇത് കാർബൺ ബൈക്കിന് യൂസ് ചെയ്യുന്നതാണോ ഇത്? ആക്ച്വലി അതിൽ മുമ്പത്തേല് ഇത് കമ്പനി ഫിറ്റ് ചെയ്ത് വരണില്ലേ, അപ്പൊ അതിലിങ്ങനെ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് അതിനകം തുരുമ്പിച്ചു. തുരുമ്പിച്ചു. ഓക്കെ. ഒടിഞ്ഞല്ല പോയതല്ലേ? ചീത്തയായി പോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ആക്ച്വലി സിംഗിൾ പീസാണ്. ഞാൻ ഇതിൽ ഗ്രീസ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ കവറിങ് മാറ്റിയപ്പോൾ കാട് ഇങ്ങനെ രണ്ടായിട്ട് വരൂല ഒരിക്കലും. ശരി. ഓക്കെ. നേരത്തെ തുരുമ്പിച്ച് ഇല്ലാതെ ഇരിക്കുക. മനസ്സിലായി. അപ്പൊ അതെന്തായാലും പുതിയതാക്കി. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മള് ഫോർക്ക് ഫിറ്റ് ചെയ്യാണ് ഐശ്വര്യമായി. ഇത് ഇതിന്റെ ഫോർക്കാണല്ലേ? അപ്പൊ മറ്റേതിന്റെ ഫോർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ കാർബൺ വേഴ്സസ് അലോയുടെ ഒരു ഡിബേറ്റ് നടക്കുമായിരുന്നു. ആ വണ്ടി ഇടിച്ചിട്ട് ഫോർക്കിനൊന്നും പറ്റിയിട്ടില്ല, ഫ്രെയിമാണ് വളഞ്ഞത്. അതിന്റെ ഫോർക്ക് കാർബൺ ആയിരുന്നു. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര അതിശയമായി പോയി. അതാണ്. അത് നമുക്ക് ഈ കാർബൺ എന്ന് കേൾക്കുമ്പോൾ ഈശ്വര ഒടിഞ്ഞു പോകുന്നൊരു പേടി ഉണ്ടാവുമല്ലോ. അത് ഫോർക്ക് കല്ലുപോലെ ഇരിക്കുകയും കൃത്യമായ മറുപടിയാണിത്. ഫോർക്ക് ഒന്നും സംഭവിച്ചില്ല, അലോയ് ഫ്രെയിം ഒടിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നോക്കി മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? വെൽ ഡൺ മൈ ബോയ്. ഇല്ലെങ്കിൽ അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണ്. അതെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ നോക്കി എന്ത് മെനക്കെട്ടാ കട്ട് ചെയ്തത്. ക്ലീൻ കട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. മനസ്സിലായി. ഓക്കെ. അങ്ങനെ നമ്മളിതിന്റെ ട്രക്കിന്റെ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇത് ഇതിന്റെ കൂടെ വന്നല്ലേ മെറിഡ? ഓക്കെ. അപ്പൊ ഇതിലിനി ട്രക്കിന്റെ ഒരു ഐഡന്റിറ്റി ഇല്ല ആക്ച്വലി, എല്ലാം പോയി. അങ്ങനെ നമ്മളിതിനെ ഫുൾ മെറിഡേ ആക്കി മാറ്റിയിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് ഇത്രയും സ്പേസസ് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം ഒരു എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന്റെ പരിപാടിയായി കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത പരിപാടി എന്താണ്? ഓക്കെ. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ബ്ലീഡ് ചെയ്യാൻ വെച്ചേക്കാണോ? ബ്ലീഡിങ് കഴിഞ്ഞോ? എന്ത് ബ്ലീഡ് ചെയ്യണം? ഓക്കെ, ലാസ്റ്റ് ബ്ലീഡിങ് പരിപാടി ഉണ്ട്. അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഡീറെയിലറിൻ്റെ കേബിള് കുത്തി ഇതിലൂടെ ആശാൻ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ എടുത്ത് ഇവിടെ ഒന്നും എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലോട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശാൻ. പണിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പണിയുടെ ഇടയിൽ ഈ ആനന്ദ വേളകൾ എന്താണിത്, ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനായിട്ട് സുപ്രീം ബേക്കേഴ്സിൽ നിന്നൊരു ക്രീം ബണ്ണും കൂടെ മേടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ മുതലാളി കഴിക്കുന്നില്ലല്ലോ അല്ലേ നിഷാൻ? ജോലിക്കിടയിൽ ആഹാരം കഴിക്കില്ലല്ലോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ സിറിഞ്ച് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് പുരോഗതി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് വീഡിയോ എത്തിക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഏതാണ്ട് പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ബ്ലീഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ബാക്കിലെ വീല് സെറ്റ് ചെയ്യുകയാണ്. സ്ക്യൂർ ആണല്ലേ നിഷാൻ? അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ത്രൂ ആക്സിൽ അത് നല്ലൊരു ഇന്നോവേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. ഈ സാധനം തന്നെ ഇരിക്കും. നമുക്ക് എവിടെ വെച്ച് എത്ര ടൈറ്റ് ആണോ ടൈറ്റ് ചെയ്തിട്ട് അതിനെ മാറ്റി എവിടെയാണോ കൊണ്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യാം അല്ലേ? പോർഷനിൽ കൊണ്ടുപോയി ക്ലീൻ, അടിപൊളി. അങ്ങനെ നമ്മളിതാ ഫ്രണ്ട് വീലും വെച്ചു. അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഫ്രെയിം ഒരു സൈക്കിളായി മാറിയിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു സൈക്കിളായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും നേരം സൈക്കിളായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സൈക്കിളായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത എന്താ പരിപാടി നിഷാൻ? ചെയിൻ ഇടുക, പാർട്ടി പൊട്ടിക്കുക, അത്ര ട്യൂണിങ് സെറ്റ് ചെയ്യുക, വണ്ടി കൊടുത്തു വിടുക അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റോഡ് ബൈക്കിൽ ഈ ബാർട്ടേ പൊട്ടിക്കുക എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇത് എവിടെയോ ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ തിരിച്ചടിക്കണം അല്ലേ? ഇതൊരു വല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർ ടേപ്പ്. നമുക്ക് മുഴുവൻ ബ്ലാക്ക് ആണ് കേട്ടോ. ഈ വണ്ടിയിൽ ചുവപ്പായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ഈ കാണുന്ന ചുവപ്പ് ഈ സ്റ്റാൻഡിന്റെ ചുവപ്പാണ്. അല്ലാണ്ട് ഈ വണ്ടിയിൽ ഒരു പെഡലും പിന്നെ ഇത് മുറ്റായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിരിക്കും. ബോട്ടിൽ ഗേജ് റെഡ് ആണല്ലേ? അപ്പൊ നല്ല ഹൈലൈറ്റ് ആയിരിക്കും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഈ ഗ്രാഫിക്സ് നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ടടാങ്! വെറും ഒരു ഫ്രെയിമായി തൂക്കിയിട്ടിരുന്ന വണ്ടിയെ നിഷാൻ കരവിരുതുകൊണ്ട് ഒരു ഫുൾ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. എവിടെ മുതലാളി? എല്ലാം സെറ്റല്ലേ? അപ്പോൾ എൻ്റെ അമ്മ ഇത് കാണുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇനി ഒരു ഇതും കൂടെ വയ്ക്കാനുണ്ട്. ബോട്ടിൽ ഗേജ് ആണ്. അപ്പോൾ അതോടെ ഇതിന്റെ ഫുൾ പരിപാടി കഴിയും. സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. വണ്ടികൾ ഇനിയും ബ്രേക്ക് ചവിട്ടും. ഇനി നേരത്തെ ബ്രേക്ക് പിടിക്കുക. ആർക്കും ഉപദ്രവം ഉണ്ടാവാതെ നല്ല രീതിയിൽ ഒരുപാട് ദൂരം ഈ വണ്ടി ഓടിക്കാനുള്ള എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.